2 കാലിൽ മന്തുള്ള ഒരാള് റോഡിൽ കൂടെ ഒരു കാലിൽ മന്തുള്ള ഒരാൾ പോകുമ്പോൾ പറയരുത് ദേ ഒരു കാലിൽ മന്തുള്ള ഒരു ദേ പോന്നു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി വിഷ്ണുവിന്റെ ഈ ഒരു ചൂണ്ടിക്കാണിക്കുക. അല്ലെങ്കിൽ ഇത്രയും നാളും നമ്മുടെ സമൂഹത്തിൽ നടന്നിരുന്ന ഈ ദേശീയ ഗാനങ്ങളും ദേശീയ പതാകകളും ഒക്കെ അപമാനിച്ചപ്പോൾ എന്തുകൊണ്ടാണ് വിഷ്ണു ഇതൊന്നും ചൂണ്ടിക്കാണിക്കാഞ്ഞത്? അതോ വിഷ്ണുവിന്റെ കണ്ണിൽ ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു? ഹായ് ഹലോ നമസ്കാരം, ഞാൻ അനിൽ സന്തോഷ്. അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രേണുസുതിയുടെ വിഷയം തന്നെയാണ് കേട്ടോ. അപ്പൊ ചില ബ്ലോഗേഴ്സിന്റെ അജണ്ട എന്ന് പറയുന്നത് തന്നെ രേണുസുതിയെ ജയിലിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി അവർ വീഡിയോ ചെയ്യുന്നത്. ഞാൻ വിഷ്ണുവിനോടാണ് ചോദിക്കുന്നത്, ഈ വിഷ്ണു ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒരു മറുപടി തന്നാൽ അത് വളരെ നല്ലതും കൂടെയാണ്. അപ്പൊ വിഷ്ണു പറയുന്നുണ്ട്, ഒരു ഇന്ത്യൻ പൗരനാണ്, ദേശസ്നേഹിയാണ്. അതുകൊണ്ട് തന്നെ രേണുസുതി വന്ദേ മാതരം എന്ന് പറഞ്ഞതിലെ തെറ്റ് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും കേരള DGPക്കുമാണ് വിഷ്ണു പരാതി കൊടുത്തിരിക്കുന്നത്. ഇത്രയും ദേശസ്നേഹിയായ വിഷ്ണു നമ്മുടെ ദേശീയ പതാക തലകീഴെ പൊക്കിയ രാഷ്ട്രീയക്കാരുണ്ട്, അല്ലെങ്കിൽ ചില സംഘടനകളുണ്ട്, അതുപോലെ ദേശീയ പതാക ഇളത്തിട്ട് വ്യക്തികളുണ്ട്. ഇതൊന്നും വിഷ്ണു കണ്ടിട്ടില്ല. അപ്പൊ ഈ ദേശീയ ഗാനം തന്നെ തെറ്റായിട്ട് ആലപിച്ച ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അങ്ങനെ പല രീതിയിലും ദേശീയഗാനം തെറ്റായി ആലപിച്ച പല ആൾക്കാരെയും നമ്മൾ ഓരോ റിപ്പബ്ലിക് ഡേ കഴിയുമ്പോഴും കാണുന്നതാണ്. അപ്പൊ ഇത്രയുമൊക്കെ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നപ്പോഴൊന്നും വിഷ്ണു ഇതൊന്നും കണ്ടിട്ടില്ല. രേണുസുതി പറഞ്ഞത് മാത്രമാണ് വിഷ്ണു കാണുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് വിഷ്ണു ആദ്യമായിട്ടായിരിക്കാം പൊതുസമൂഹത്തിലൊക്കെ ഇറങ്ങുന്നതും ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ വായിക്കുന്നതും അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചിട്ടൊക്കെ ഉള്ളത്. ദേശസ്നേഹം നല്ലതാണ്, തെറ്റിനെ തെറ്റായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് നല്ലതാണ്. വിഷ്ണു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ടും ഒരു കണ്ടന്റിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്, എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും വരുമാനത്തിനാണെന്നൊക്കെ പറയാൻ, അല്ലെങ്കിൽ രേണുസുതിയെ കൊണ്ടാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയാനായിട്ട് ആൾക്കാർ വരും. എൻ്റെ പൊന്നു വിഷ്ണു, അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം ഇപ്പൊ രേണുസുതി വൈറലായി നിൽക്കുന്ന ഒരു താരമാണെന്നും അതിനെ വിമർശിച്ച് അത്യാവശ്യം പോക്കറ്റ് അടിച്ചിട്ട് ചില്ലറ വീഴുമെന്നും സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. എല്ലാവരും അരിയാഹാരമല്ലേ വിഷ്ണു കഴിക്കുന്നത്. അതിൽ ബ്ലോഗ് പറയുന്ന പോലെ നാക്കിൽ എല്ലില്ലാതെ അതിൽ ബ്ലോഗ് പലതും പറയുന്നുണ്ട്, രേണുസുതി മാത്രമല്ല. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായി തെറ്റായി പറഞ്ഞ ഒരു വനിത രേണുസുതിയാണോ? തെറ്റിനെ വിമർശിക്കുക, ഒരാളെ വ്യക്തിഹത്യ ചെയ്യരുത്, അത് മാത്രമേ അതിനോട് ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് ആൾക്കാരുണ്ട്, അതിൽ മാത്രമല്ല വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരാളുടെ നാശം കാണാൻ വേണ്ടി നമ്മൾ വിമർശിക്കരുത്. അപ്പൊ വിഷ്ണു ആദ്യമായാണ് ഈ ദേശീയഗാനം തെറ്റായി ആലപിച്ചത് കേൾക്കുന്നതെങ്കിൽ ഓക്കെ, ഇനി ഇത്രയും നാള് വിഷ്ണുവിന്റെ ജീവിത രീതി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത്ര നാളും പെരയ്ക്കകത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടിയ ഒരു പയ്യനായിരിക്കാം. അതുകൊണ്ടായിരിക്കും നമ്മുടെ സമൂഹത്തിൽ നടന്ന കാര്യങ്ങളൊന്നും വിഷ്ണു ഇതുവരെ അറിയാഞ്ഞത്. അപ്പൊ എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരോടും സ്നേഹം മാത്രം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.